CJP സമരത്തിൽ കേരളത്തിലുടനീളം വൻ പിന്തുണയാണ് ലഭിക്കുന്നത്. പ്രക്ഷോഭത്തെ രാജ്യവിരുദ്ധ പ്രക്ഷോഭമായി മാറ്റാൻ ശ്രമം നടക്കുന്നതായി റാപ്പർ വേടൻ പ്രതികരിച്ചു. സമരത്തോടെ എല്ലാവരും ഐക്യപ്പെടണമെന്ന് ആഷിഖ് കപൂറിന്റെ പ്രതികരണം. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശത്തിനായാണ് ജൻസികൾ ദില്ലിയിൽ സമരം ചെയ്യുന്നതെന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞു. അവരിവിടെ എത്തിയിരിക്കുന്നത് കാര്യത്തിന് വേണ്ടിയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രശ്നം കാരണം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊരാഗ്രഹമാണ് ഒരു കോസ്. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കണം, പോളിറ്റിക്സ് മാറ്റിവെക്കണം, റിലിജിയൻ മാറ്റിവെക്കണം. വി ഷുഡ് കീപ് എവറിത്തിങ് എൽസ് അസൈഡ് ആൻഡ് ഫോക്കസ് ഓൺ ദ പ്രോബ്ലം. അതിനുള്ള സൊല്യൂഷൻ, അതിനുള്ള അക്കൗണ്ടബിലിറ്റിയാണ് ഇവർ ചോദിക്കുന്നത്. അത് തരുന്നില്ല എന്ന് അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ആൻഡ് ദാറ്റ് ഇസ് വെൻ ഡെമോക്രസി കംസ് ഇൻടു ക്വസ്റ്റ്യൻ. ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയതും ശക്തിമത്തായതുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ടാണ് വ്യക്തിപരമായിട്ട് ഞാനിങ്ങനെ കാണുന്നത്. മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ട് ആ സമരം ഏറ്റെടുപ്പിക്കുന്ന രൂപത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ ഒരു വളർച്ച, ഒരു റെവല്യൂഷൻ എന്നൊക്കെ പറയാവുന്ന പോലെ തന്നെ ഒരു വളർച്ച കാണാൻ പറ്റി. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പ്രക്ഷോഭങ്ങളെ രാജ്യവിരുദ്ധ പ്രക്ഷോഭങ്ങളായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഈ പോരാടുന്ന വിദ്യാർത്ഥികളെല്ലാവരും മോശപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെയും മോശപ്പെട്ട ഗവൺമെന്റിനെതിരെയാണ്, അല്ലാതെ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇവിടെ നടക്കുന്നത്. ഇനിയുമുണ്ട് പിന്തുണയ്ക്കുന്നവർ. ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി കൂടുതൽ സിനിമാ താരങ്ങൾ രംഗത്ത് വന്നു. നടിമാരായ ബോളിവുഡിൽ നിന്ന് ആലിയ ഭട്ടും മോളിവുഡിൽ നിന്ന് ഭാവനയും സോഷ്യൽ മീഡിയയിൽ പിന്തുണയുമായി രംഗത്തെത്തി. ദില്ലിയിൽ കണ്ടത് ഹൃദയഭേദകമായ കാഴ്ചയെന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നുമാണ് ആലിയ ഭട്ടിന്റെ പോസ്റ്റ്. അനീതിക്കെതിരെ ഉയരുന്ന ഓരോ ശബ്ദത്തിനൊപ്പവും താൻ നിലകൊള്ളുമെന്ന് ഭാവനയും കുറിച്ചു. CJP സമരത്തിന് പിന്തുണയുമായി നസ്രിയയും രാധിക ആപ്തയും രംഗത്തെത്തി. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, CJPയുടെ ഉത്ഭവം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സമരത്തിന്റെ തുടക്ക ദിവസങ്ങളിലൊന്നും ഒരു താരങ്ങളുടെയും പിന്തുണ കണ്ടില്ലെങ്കിലും ഇപ്പോൾ ജന്തർ മന്ദറിൽ ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭത്തിന് ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും കൂടുതൽ പിന്തുണയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ബോളിവുഡിൽ നിന്നും ടോളിവുഡിൽ നിന്നും മോളിവുഡിൽ നിന്നുമൊക്കെ നിരവധി താരങ്ങൾ പിന്തുണയ്ക്കുന്നു അല്ലേ? ആരൊക്കെ ഇപ്പോൾ രംഗത്തുണ്ട്? റോഷ്നി, ദില്ലിയിൽ സമരം നടന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം നടത്തിയതിന് പിന്നാലെയാണ് കൂടുതൽ സിനിമാ താരങ്ങൾ പരസ്യമായി തന്നെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകരടക്കം ആദ്യം പിന്തുണയ്ക്കാതെ മാറി നിന്നെങ്കിലും ഇപ്പോൾ പോലീസ് വീണ്ടും വിദ്യാർത്ഥികൾക്ക് നേരെ വേട്ട തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രൂക്ഷമായ പ്രതികരണങ്ങളുമായി ആ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവും പിന്തുണയും സിനിമാ ലോകം നൽകുന്നത്. അത് ഭാഷാ ഭേദമന്യേ തന്നെ എല്ലാ സിനിമാ താരങ്ങളും അവരുടെ സാമൂഹ്യ പേജുകളിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് അവർക്കൊപ്പമാണെന്ന്. അങ്ങനെ അതിൽ രാധിക ആപ്തയുടെ സാമൂഹ്യ മാധ്യമ പേജിൽ അവർ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് സമരബോധത്തെ ചിത്രം കൂടി പങ്കുവെച്ചാണ്. സമാനമായി തന്നെയാണ് ഭാവനയും ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന് ചിത്രം പങ്കുവെച്ച അനീതിക്കെതിരെ ഉയർന്ന ഓരോ ശബ്ദത്തിനും ഒപ്പം താൻ നിലകൊള്ളും, ദില്ലിയിലെ കാഴ്ചകൾ ഹൃദയഭേദകം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നസ്രിയ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പിട്ടത്. ഗുണ്ടകൾക്ക് പൂമാലയിട്ട് സഭയിലേക്ക് ടിക്കറ്റ് നൽകുന്നു എന്ന ഒരു വിമർശനം കൂടി നസ്രിയയുടെ പോസ്റ്റിലുണ്ട്. അങ്ങനെ ആലിയ ഭട്ടടക്കം പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ സമരത്തിന്, ദില്ലിയിലെ ചൂടുപിടിക്കുന്ന സമരത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. യുവതലമുറ ഒന്നാകെ തെരുവിലിറങ്ങി ഐക്യദാർഢ്യം നൽകുന്നു ആ സമരത്തിന്. ആ ഘട്ടത്തിലാണ് ദില്ലിയിലെ സമരത്തിന് സാംസ്കാരിക സിനിമാ മേഖലയിൽ നിന്നും പിന്തുണയേറുന്നത്. റോഷ്നി, പിന്തുണയ്ക്കുന്നവരുടെ പേരുകളാണ് ഇപ്പോൾ റോഷിപാൽ വിശദീകരിച്ചത്. ഇപ്പോഴും മൗനം തുടരുന്നവരുമുണ്ട്, താരരാജാക്കന്മാരുണ്ട്. ഒരു വാക്ക് ഈ നടക്കുന്ന പ്രതിഷേധത്തെക്കുറിച്ച് പറയാൻ മടിക്കുന്നവർ എത്രയോ പേരുണ്ട്.